ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കാൻ പാകത്തിനുള്ള ചില തട്ടുപൊളിപ്പൻ ഡയലോഗുകളൊക്കെ ഏറ്റവും പുതിയ ജോൺ എബ്രഹാം സിനിമയായിട്ടുള്ള ദ ഡിപ്ലോമാറ്റ് എന്ന പടത്തിൽ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി ആവർത്തിച്ച് കാണുന്ന ലൗഡായിട്ടുള്ള ദേശഭക്തി പരിപാടിയിൽ നിന്ന് സ്വല്പം മാറി സഞ്ചരിക്കാൻ ഈ സിനിമ കുറച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാനെയും അവിടെയുള്ള ഭരണാധികാരികളെയും ശത്രുപക്ഷത്ത് കാണിക്കുന്ന സ്ഥിരം സിനിമാ ക്ലീഷകളുള്ള ഒരു പടം തന്നെയാണ് റിതേഷ് ഷാ എഴുതുകയും ശിവം നായർ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഈ സിനിമ. പക്ഷേ സാധാരണ കച്ചവട സിനിമകൾ പോലെ മൊത്തം പ്രശ്നവും സ്വന്തം കൈക്കരുത്തുകൊണ്ട് തീർക്കുന്ന ഒരു നായകനായിട്ടല്ല ഇവിടെ ജോൺ എബ്രഹാം വരുന്നത്. നയതന്ത്ര കാര്യാലയത്തിലെ കൂട്ടായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തൊരു വിജയമായിട്ട് ഇതിലെ കഥ അവതരിപ്പിച്ചത് തന്നെയാണ് പ്രഡിക്റ്റബിൾ ആയിട്ട് കൂടി ഈ സിനിമ കണ്ടിരിക്കാവുന്ന ഒന്നാക്കി മാറ്റുന്നത്. ഇന്ത്യക്കാരിയായ ഉസ്മ അഹമ്മദ് പാകിസ്ഥാനിലെ എംബസിയിൽ ഒരു ദിവസം കയറിച്ചെന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉസ്മ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു പാകിസ്ഥാനിയെയാണ്. അയാൾ അവളെ ഭീകരമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അത്ര സാധാരണമല്ലാത്ത ഈ ഒരു സിറ്റുവേഷനെ എംബസിയുടെ തലവനായ JP സിംഗ് ഏത് വിധേന കൈകാര്യം ചെയ്തു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഉസ്മ എങ്ങനെ പാകിസ്ഥാനിൽ എത്തി എന്നതും ഉസ്മയെ JPയും കൂട്ടരും എങ്ങനെ തിരിച്ച് ഇന്ത്യയിൽ എത്തിച്ചു എന്നതുമാണ് ഈ പടത്തിന്റെ ഇതിവൃത്തം. ദ ഡിപ്ലോമാറ്റ് എന്ന പടത്തിന്റെ പേരും അതിൽ നായകൻ ജോൺ എബ്രഹാം ആണെന്ന് അറിയുകയും ചെയ്യുമ്പോൾ മിനിമം ഒരു അടിയെങ്കിലും സിനിമയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നതല്ലാതെ മറ്റൊരു തരത്തിലും ജോണിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരം ഹീറോയിസം ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്ടിഫൈ ചെയ്യപ്പെട്ട പുരുഷ താരമായിട്ടുള്ള ജോൺ എബ്രഹാമിന്റെ ഫോറാംസ് പോലും നമ്മളെ കാണിക്കുന്നില്ല എന്നത് ഇതിനെ ഒരു നയതന്ത്ര ത്രില്ലറായിട്ട് തന്നെ ആളുകൾ കാണണമെന്ന് ഇതിന്റെ മേക്കേഴ്സിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടായിരിക്കണം. ഒരു 3 ആഴ്ചയുടെ ഗ്യാപ്പിൽ നടക്കുന്ന അതിനാടകീയമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. ഇന്ത്യൻ ഡിപ്ലോമാറ്റുകൾക്ക് കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല എന്ന് കാണിക്കാൻ പല പല സാഹചര്യങ്ങളെയും കുറച്ചധികം നാടകീയമാക്കേണ്ട ഒരു സാഹചര്യം തിരക്കഥയ്ക്കുണ്ട്. ഒരുപക്ഷെ റിയൽ ലൈഫിൽ അത്ര കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയ ഭാഗങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ചില പരിപാടികളൊക്കെ ഇന്ത്യക്കാരുടെ ബുദ്ധി സാമർഥ്യം കാണിക്കുമ്പോൾ ചിലത് പാകിസ്ഥാൻകാരെ മണ്ടന്മാരാക്കി നമ്മളെ ബുദ്ധിമാന്മാരാക്കിയതുപോലെ തോന്നി. ഈ ഒരു നയതന്ത്ര പരിപാടി അത്ര എളുപ്പമല്ല എന്ന് കാണിക്കാൻ വേണ്ടി തിരക്കഥയിലേക്ക് ഇടുന്ന സങ്കീർണതകളിൽ ചിലതൊക്കെ കുറച്ചധികം ഫിൽമിയായി പോകുന്നുണ്ട്. സിനിമയുടെ അവസാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ JP ഇന്ത്യൻ അതോറിറ്റികളോട് പാകിസ്ഥാൻ ഇത് ചുമ്മാ ഡിലേ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ തിരക്കഥയായിരുന്നു ഡിലേ ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മസിൽ പവർ ഉള്ള ജോൺ എബ്രഹാമിനെ കാണിക്കാൻ ഈ സിനിമയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് JP എന്ന കഥാപാത്രം വരുന്നത്. ഏറെക്കാലമായി മസിൽ പിടിച്ച കഥാപാത്രങ്ങൾ മാത്രം ജോൺ എബ്രഹാം ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം മയത്തിൽ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അതിനൊരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. സാദിയ ഖത്തീബാണ് ഉസ്മ അഹമ്മദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രം കടന്നുപോയ ട്രോമകൾ അവർ ഫലപ്രദമായ രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചു. അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് രേവതിയാണ്. വൈറസിൽ ശൈലജ ടീച്ചറെ അവതരിപ്പിച്ചതുപോലെ ഇവിടെയും യഥാർത്ഥ വ്യക്തിയുടെ കുറച്ച് സോഫ്റ്റായ ഒരു വേർഷൻ കാണിച്ചതുപോലെയാണ് തോന്നിയത്. കുമുദ് മിശ്ര, ഷാരിബ് ഹാഷ്മി എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. അക്ഷയ് കുമാർ നായകനായ ബേബിയുടെ സ്പിൻ ഓഫ് ആയിരുന്ന നാം ഷബാന ഇതിനു മുന്നേ ഒരുക്കിയിട്ടുള്ള ശിവം നായർ ഈ സിനിമയെ അത്ര ന്യൂവാൻസ്ഡ് ആയിട്ട് അവതരിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഭൂതകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഹോണ്ട് ചെയ്യുന്ന നായകൻ എന്ന സ്ഥിരം സ്ക്രിപ്റ്റിംഗ് ട്രോപ്പുകൾ ഒക്കെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇതിൽ പാകിസ്ഥാനിൽ ഉസ്മ അകപ്പെടുമ്പോൾ അവർ നേരിട്ട യാതനകൾ അവതരിപ്പിച്ച രീതി വളരെ എഫക്റ്റീവായിരുന്നു. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീനുകളിലേക്ക് പോകാതെ അവരുടെ കണ്ണിന്റെ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടും സൗണ്ട് ഡിസൈനും ഉപയോഗിച്ച് ആ കഥാപാത്രം അനുഭവിച്ച യാതനകൾ നമുക്ക് സിനിമ കാണിച്ചു തരുന്നുണ്ട്. ബെൻ അഫ്ലേക്കിന്റെ ആർഗോ പോലെയുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള തരം ഒരു ഏർജൻസി ക്രിയേറ്റ് ചെയ്യാൻ അവസാന ഭാഗത്തേക്ക് സിനിമ ശ്രമിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ കുറച്ചധികം ചീസിയാണ്. 2017 നടന്ന യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഡിപ്ലോമാറ്റ് എന്ന സിനിമ ഒരുക്കിയിട്ടുള്ളത്. പടം കാണുമ്പോൾ തന്നെ ശരിക്കും നടന്നത് ഏതാണ്, ഫിക്ഷണൽ ആയിട്ടുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. വലിയ വലിയ ഡയലോഗുകൾ അടിക്കുന്ന കഥാപാത്രങ്ങളും പാറിപ്പറക്കുന്ന ദേശീയ പതാകയും നായകന് സൗകര്യമാക്കാൻ വേണ്ടി മണ്ടത്തരങ്ങൾ ചെയ്യുന്ന വില്ലന്മാരുമൊക്കെ ഈ സിനിമയെ വളരെ ഡൈല്യൂട്ട് ചെയ്ത ഒരു ത്രില്ലർ ആക്കുന്നുണ്ട്. പക്ഷേ കയ്യടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില രംഗങ്ങൾ ഇമോഷണൽ ആയിട്ട് ചില സ്ഥലങ്ങളിൽ കണക്റ്റ് ആകുന്നുമുണ്ട്. ബൈസപ്സിനും ബുള്ളറ്റുകൾക്കും പകരം നയതന്ത്രവും സാമർത്ഥ്യവും ഉപയോഗിക്കുന്ന ഒരു ജോൺ എബ്രഹാമിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജോണിനെ ഇങ്ങനെ അമാനുഷികനാക്കാതെ കഥ തരക്കേടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയുടെ പ്രധാന അച്ചീവ്മെന്റ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്